ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൈത്താക്കാലം 3-ാം ഞായർ 3-ാമത്തെ ആഴ്ച. ഇന്നത്തെ ഒന്നാമത്തെ വായന റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. നമ്മളൊന്നും അധികം വായിക്കാത്തൊരു പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ റൂത്തിൻ്റെ പുസ്തകം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം ഇപ്രകാരം ഒരു പുറജാതിക്കാരി അല്ലെങ്കിൽ മോവാബിയായിരുന്ന ഒരു സ്ത്രീയെ ഈശോയുടെ വല്യമ്മയാക്കി എന്നുള്ള ആ ഒരു വല്ലാത്തൊരു സംഭവം. നമ്മൾ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എങ്ങനെ കൈപിടിച്ചുയർത്തുന്നുള്ളതിൻ്റെ തെളിവാണ് റൂത്തിൻ്റെ കഥ. ഈ റൂത്ത് ആരായിരുന്നു? അവളൊരു മോവാബി സ്ത്രീയായിരുന്നു. എലിമലേക്കും നവോമി എന്ന് പറഞ്ഞ ഒരു ദമ്പതി, ഒരു ഭാര്യയും ഭർത്താവും ജെറൂസലമിൽ യൂദയായിൽ പട്ടിണിയായപ്പോൾ മോവാബ് ദേശത്തേക്ക് കുടിയേറുന്നു. അവിടെ വന്ന് അവരുടെ 2 മക്കൾ കിലിയോനും മഹലോനും, അവർ 2 പേര് കല്യാണം കഴിക്കുന്നു. യഹൂദ സ്ത്രീകളില്ലാത്തതുകൊണ്ട് അവർ 2 മോവാബി സ്ത്രീകളെ കല്യാണം കഴിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഭർത്താവ് എലിമലേക്ക് മരിച്ചു, മക്കൾ 2 പേരും മരിച്ചു. പിന്നെ ഈ 3 സ്ത്രീകൾ മാത്രം, ഓർഫായും അതുപോലെ ഈ റൂത്തും, മക്കൾ 2 പെൺമക്കൾ 2 പേര്. പിന്നെ നവോമിയുണ്ട്. അപ്പോൾ നവോമി പറഞ്ഞു, മക്കളെ ഞാൻ തിരിച്ച് എൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോവുക, ജെറൂസലത്തേക്ക് അല്ലെങ്കിൽ യൂദയായിലേക്ക്. മക്കൾ 2 പേരും പോയിട്ട്, ചെറുപ്പക്കാരാണല്ലോ നിങ്ങൾ, പോയി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ മൂത്തവള് ഓർഫ എന്ന് പറയുന്നവൾ, അവൾ അമ്മയോട് പറഞ്ഞു, ഓക്കെ അമ്മ പറയും, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ പൊക്കോളാം, അല്ലെ എനിക്ക് അമ്മയുടെ കൂടെ വരാനാണ് താല്പര്യം. അമ്മ പറഞ്ഞു, വേണ്ട മോളെ. അങ്ങനെ അവൾ പോയി. പക്ഷെ റൂത്ത് പറഞ്ഞു, ഞാൻ അമ്മയുടെ കൂടെ വരികയാണ്, ഞാൻ അമ്മയെ ഉപേക്ഷിച്ച് ഒരിടത്തും പോകുന്നില്ല. എന്നിട്ട് ആ റൂത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും, അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരായിരിക്കും. അമ്മ അടക്കുന്നിടത്ത് എന്നെയും അടക്കണം. റൂത്ത് പറഞ്ഞ് ഇത്ര മനോഹരമാണെന്ന് നോക്കുക. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമാണ്. അമ്മയുടെ ദൈവം ആരാണ്? ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുന്നത് കർത്താവായ ദൈവമാണ്, ലോകരക്ഷകനായ ദൈവം, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ഏക ദൈവമാണ്. ആ ദൈവത്തെയാണ് റൂത്ത് തിരഞ്ഞെടുത്തിട്ട് പറയുന്നത്, അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും, അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരായിരിക്കും. നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് പെൺമക്കളെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞു വിടുമ്പോൾ കാണാം, കൊച്ചു തോബിയാസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കാണാം നിങ്ങൾക്കത് പറഞ്ഞു വരുന്നത്, ദേ ഞങ്ങളുടെ മകളെ നിൻ്റെ കയ്യിൽ തരികയാണ്, അവളെ ഇനി നന്നായിട്ട് നോക്കിക്കണം, അവളെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിടും. അതുപോലെ മകളോടും പറയും, ഇനി നിൻ്റെ മാതാപിതാക്കൾ ഇവൻ്റെ മാതാപിതാക്കളാണ്, ഞങ്ങൾ ഇനി നിന്നെ കാണാനും അധികം വരില്ല. ചുരുക്കത്തിൽ ഇവിടെ ഈ റൂത്ത് മോവാബിയായ സ്ത്രീ യഥാർത്ഥത്തിൽ യഹൂദൻ്റെ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് ഉള്ള കഥകൾ നിങ്ങൾക്കറിയാം. യെരൂശലത്ത് അല്ലെങ്കിൽ യൂദയായിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ബോവാസ് എന്ന് പറയുന്ന എലിമലേക്കിൻ്റെ ബന്ധുവിനെ കല്യാണം കഴിക്കുന്നു. അവർക്ക് കുട്ടികളുണ്ടാകുന്നു. അതിലുണ്ടായ വ്യക്തിയാണ് ഓബേദ് എന്ന് പറയുന്ന മകൻ. ആ ഓബേദിൻ്റെ മകനാണ് ജെസ്സ എന്ന് പറയുന്ന മകൻ. ആ ജെസ്സ എന്ന് പറയുന്ന ആളിൻ്റെ മകനാണ് ദാവീദ്. ദാവീദിൻ്റെ കുലത്തിൽ നിന്നാണ് ഈശോ ജനിക്കുന്നത്, രക്ഷകൻ ജനിക്കുന്നത്. നോക്കുക, യഥാർത്ഥ ദൈവത്തെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഞാൻ ചെല്ലുന്ന ദേശത്ത് തന്നെ ആളുകൾ അംഗീകരിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ ആ ദൈവത്തിൻ്റെ പിന്നാലെ പോയ റൂത്തിനുണ്ടായ വലിയ കൃപ. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ് നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ വഴികളിലൂടെ നടന്നാൽ തീർച്ചയായിട്ടും അവിടുന്ന് നമ്മളെ പരിപാലിക്കുമെന്ന്. നമുക്കറിയത്തില്ല വരാൻ പോകുന്നത് എന്താണെന്ന്. മോവാബി സ്ത്രീയായ റൂത്തിനൊന്നും മനസ്സിലായി കാണില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു പൊട്ടക്കിണിട്ട് ചാടും പോലെയാണ്. പക്ഷെ അവൾ തിരഞ്ഞെടുക്കുകയാണ്, ആ ഒരു വഴി തിരഞ്ഞെടുക്കുകയാണ്. യഥാർത്ഥ ദൈവം അവളുടെ അമ്മായിയമ്മയുടെ ദൈവമാണെന്നുള്ള ചിന്തയിൽ. 2-ാമത്തെ വായന റോമാലേഖനം 12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസ് പറയുകയാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്ക് ഒരേ ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും മിശിഹായിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണിത്. നമുക്കറിയാം, ഒരു ശരീരത്തിൻ്റെ പ്രവൃത്തി ശരിയായ രീതിയിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അവയവങ്ങളെല്ലാം ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കണം. ഇടത് കൈ ഒരു കാര്യം എടുക്കാൻ പോകുമ്പോൾ വലത് കൈ വേറൊന്ന് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
കാലൊരു വശത്തേക്ക് പോകുമ്പോൾ ഒരു കാല് പുറകോട്ട് പോകുന്നു, വേറൊരു കാല് മുമ്പോട്ട് പോകുന്നു. ആ ശരീരത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ സഭാ ശരീരത്തിൽ നമ്മളെല്ലാം ഓരോ അവയവങ്ങളാണ്. ഈ ഓരോ അവയവത്തിന് അതിൻ്റേതായിട്ടുള്ള ദൗത്യമുണ്ട്. അതാത് അവയവം അതിൻ്റെ ദൗത്യം നിർവഹിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഈ പറയുന്ന ഈ സഭാശരീരം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കൈത്താക്കാലത്താണല്ലോ സഭ വളരുന്നതിൻ്റെ ഓർമ്മയും അതുപോലെ ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ ഓർമ്മയൊക്കെയാണിത്. നമുക്ക് എങ്ങനെയാണ് ഈ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുക? ഇങ്ങനെ അവയവങ്ങളായ നമ്മളെല്ലാവരും ഒരുമിച്ച് ആ ശരീരമാകുന്ന ശിരസ്സാകുന്ന ഈശോയോട് ചേർന്നിരുന്നു കൊണ്ടാണ്. പൗലോസ് അതുകൊണ്ട് ആരും ഒരുപാട് അഹങ്കരിക്കരുത്, തല പറയരുത്, അല്ലെങ്കിൽ മൂക്ക് പറയരുത്, ഞാനിങ്ങനെ എല്ലാവരും കാണുന്ന സ്ഥലത്താണ്. ചെവി പറയരുത്, ഞാൻ കേട്ടാലല്ലേ കാര്യം നടക്കുകയുള്ളൂ, ഞാനല്ലേ നിങ്ങളെല്ലാം കേൾപ്പിച്ചു തരുന്ന കാര്യങ്ങൾ, കേട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണിന് പറയാം, ഒന്ന് കാണുന്നില്ല എന്ത് ചെയ്യും? നമുക്ക് ആർക്കും അങ്ങനെ അഹങ്കരിക്കാനുള്ള അവകാശമില്ല. ഓരോ അവയവത്തിനും ദൈവം ഒരു ദൗത്യം നൽകിയിട്ടുണ്ട്, അത് നിർവഹിക്കുന്ന അത്രമാത്രം. കർത്താവ് തന്നെ പറയും, നിന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തിട്ട് ഉപയോഗമില്ലാത്ത ദാസനാണെന്ന് പറഞ്ഞ് നീ പോകണം. ആരും പ്രത്യേകിച്ച് നന്ദിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം. ക്രൈസ്തവ ജീവിതത്തിൽ അങ്ങനെയാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ ചിന്തയുള്ള വ്യക്തിയായിട്ട് മാറുക. അപ്പോൾ മാത്രമേ കർത്താവ് ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. സുവിശേഷം, ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. അവർ പോകുന്ന വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനിൽ സ്വീകരിച്ചു. നിങ്ങൾക്ക് കഥ അറിയാം. മർത്തായും മറിയോടെ കൂടിയിട്ട് ഈശോയെ സ്വീകരിക്കുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഈ മാർത്ത ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓട്ടി നടക്കുകയാണ് വീട്ടിൽ കർത്താവിന് ഭക്ഷണം ഒരുക്കാനായിട്ട്. അപ്പോൾ മറിയം വളരെ ശാന്തമായിട്ട് കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നിട്ട് അവിടുത്തെ വചനങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ മാർത്ത വന്ന് പരാതിപ്പെടുകയാണ്, കണ്ടില്ലേ കർത്താവ്, ഇവള് എൻ്റെ സഹോദരൻ എന്നെ സഹായിക്കുന്നില്ല, അവളോട് പറ ഈ വചനം കേട്ടിട്ട് എന്ത് കാര്യമായിരിക്കുന്നു, എന്നോട് വന്ന് എൻ്റെ കൂടെ വന്ന് സഹായിക്കാൻ പറ. അപ്പോഴാണ് ഈശോ ഒരു ചെറു പുഞ്ചിരിയോടെ അവളോട് പറയാണ്, എൻ്റെ മാർത്ത, നീ ഇതിന് മാത്രം ഓടേണ്ട കാര്യമില്ല. ഞാൻ വന്നെന്ന് വിചാരിച്ച് ഇതിന് മാത്രം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുത്ത് മറിയുമല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് കേട്ട് പഠിക്കണ്ടേ? അതല്ലേ ഏറ്റവും വലിയ കാര്യം. എനിക്കിത് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഞാൻ ഈ വീട് സന്ദർശനം പോകുമ്പോൾ ചെല്ലുന്ന പാടെ മുഖം പെട്ടെന്ന് കാണാം, തല ഇങ്ങനെ പുറത്തേക്കിട്ട് കാണും, പിന്നെ കാണുകയില്ല. പിന്നെ വരുന്നത് കാപ്പിയൊക്കെ ആയിട്ടായിരിക്കും. കാപ്പി കുടിച്ച് പോവുകയും ചെയ്യും. ഒരു വാക്ക് വർത്താനം പറയാൻ പറ്റുകയില്ല. നമ്മളെന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കണം. നമുക്ക് മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നുണ്ടാവും ഈശോയ്ക്ക്. നമ്മൾ പള്ളിയിലൊക്കെയാണ് ഈശോയുടെ രൂപം, അല്ല കിരീടമൊക്കെ വെക്കും, മാതാവാണ് സാരി ഉടുപ്പിക്കും, അതല്ലെങ്കിൽ യോസേപ്പിതാവാണ് വേറെ വല്ലതൊക്കെ ചെയ്യും. നമുക്കതിലാണ് താല്പര്യം. അതേസമയത്ത് ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. യോസേപ്പിതാവിൻ്റെ കഥയൊന്നും നമുക്കൊരുപാട് താല്പര്യമുള്ള വിഷയമല്ല. മാതാവിന് അനുഗ്രഹം തരുമെന്നും പറഞ്ഞിട്ടാണ്. അതല്ലാതെ അവരുടെ ജീവിതത്തെ അനുകരിക്കുക, അവർ പറയുന്നത് കേൾക്കുക. മാതാവ് പറഞ്ഞതുപോലെ നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ കൈത്താക്കാലത്ത് കർത്താവ് പറയുന്നതാണ്. അതുകൊണ്ട് ഈ മറിയത്തെ പോലെ അവിടുത്തെ വചനം ശ്രവിക്കാനായിട്ട്, അവിടുത്തെ വചനം വായിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടാവുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സഭ ഫലം പുറപ്പെടുവിക്കുന്നത് പറയാനായിട്ട് കഴിയുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.